نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون ഏറെ ബഹുമാനിക്കുന്ന സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനും സർവ്വലോകരക്ഷിതാവുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും അവൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും പരമാവധി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാടധികം ശ്രദ്ധിക്കേണ്ട, അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ള, ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും ഭയങ്കരമായ ശിക്ഷ ലഭിക്കുന്ന മാരകമായ ഒരു പാപത്തെ പറ്റിയാണ് ഇന്നത്തെ ഖുതുബയിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, സത്യവിശ്വാസികൾ എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് അവയവങ്ങളെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമ്മുടെ നാവും, രണ്ട് നമ്മുടെ ലൈംഗികാവയവങ്ങളുമാണ്. ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. വിജയിക്കുന്ന മുഅ്മിനുകളുടെ പ്രത്യേകതകളെ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന പരിശുദ്ധ ഖുർആനിൽ അധ്യായത്തിൽ അതിങ്ങനെ വിശദീകരിക്കുന്ന സമയത്ത് പ്രത്യേകമായി അള്ളാഹു എടുത്തു പറഞ്ഞു, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ആ വിജയിക്കുന്ന ആളുകൾ അവരുടെ ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞിട്ട് പറഞ്ഞു, അവർ അവരുടെ ഗുഹ്യാവയവങ്ങളെ വളരെയധികം സൂക്ഷിക്കുന്ന ആളുകളായിരിക്കും. അള്ളാഹു അനുവദിച്ചതിൽ ലൈംഗികത ഉപയോഗിക്കുക എന്നത് കുറ്റകരമല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ മേഖലകളും സമയങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്, സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് കഴിവെത്തിക്കഴിഞ്ഞാൽ വിവാഹം പോലുള്ള മഹത്തരമായ ഉത്തരവാദിത്തത്തെ പെട്ടെന്ന് നിർവഹിക്കാൻ വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.
എന്നാൽ അതല്ലാത്തതൊക്കെയും അതിലേക്ക് പ്രവേശിക്കരുത് എന്നല്ല, അത് ചെയ്യരുത് എന്നല്ല പറഞ്ഞത്, അതിലേക്ക് അടുക്കാൻ പോലും പാടില്ല. വല തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. കാരണം ഇന്നഹു കാന ഫാഹിഷതൻ, അത് ഏറ്റവും മ്ലേച്ഛമായ ഒരു സംഗതിയാണ്. മഹാനായ പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു തരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, യാ ശബാബ ഖുറൈശ്, ഖുറൈശികളിലെ യുവസമൂഹമേ, ഇഹ്ഫദു ഫുറൂജക്കും, നിങ്ങൾ നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കുക. വലാ തസിനു, നിങ്ങൾ വ്യഭിചരിക്കരുത്. അലാ മൻ ഹഫിള ഫർജഹു ഫലഹുൽ ജന്ന, ആരതിനെ സൂക്ഷിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അവനുള്ളതാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആരാണോ തന്റെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ, അവനുള്ളതാകുന്നു സ്വർഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം, എങ്ങോട്ട് നോക്കിയാലും, എല്ലാ ബന്ധങ്ങളിലേക്ക് നോക്കിയാലും ഇത് അവിടേക്ക് എത്തുന്നിടത്തേക്കാണ് കാര്യങ്ങൾ. എല്ലാ ഭാഗത്തു നിന്നും ശൈത്താൻ നല്ല മനുഷ്യന്മാരെ വരെ അതിലേക്ക് മാടി വിളിച്ച് കൈപിടിച്ച് കൊണ്ടുപോകുന്നിടത്തേക്കാണ് കാര്യം. വ്യഭിചാരമാകട്ടെ, സ്വവർഗരതിയാകട്ടെ, സ്വയംഭോഗമാകട്ടെ, സ്പർശനമാകട്ടെ, നോട്ടം പോലും അവന്റെ ഉദ്ദേശം മോശമാണെങ്കിൽ ആ ചെയ്തിരിക്കുന്ന കർമ്മം ഏറെ മ്ലേച്ഛമാണ്, അത് മഹാപാപമാണെന്ന്. ഖുബ്സ്, മ്ലേച്ഛകരമെന്നാണ് ഖുർആൻ അതിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ യഖറബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ. മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ട് ഖുർആൻ പറയാണ്, മുശ്രിക്കുകൾ, അതായത് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവർ നജസാൻ. മസ്ജിദുൽ ഹറമിൽ അവർക്ക് പ്രവേശനമില്ല. അവരുടെ ദീൻ നജസാൻ, ശരീരമല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, അവിടെ വിശ്വാസം നജസാൻ, അവരുടെ ആചാരങ്ങളും അവരുടെ അമലുകളും നജസാൻ, അവരുടെ മതം നജസാൻ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ, ലോകരക്ഷിതാവായ റബ്ബിന് പുറമെ മറ്റുള്ള ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഹറമിലേക്ക്, മസ്ജിദുൽ ഹറമിലേക്ക് എന്തില്ല? പ്രവേശനമില്ല. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ പറ്റി അല്ലാഹു പറഞ്ഞില്ലേ, വലൂത്വൻ ആതൈനാഹു ഹുക്മൻ വഇൽമ. ലൂത്തിന്റെ ജനതയ്ക്ക് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇൽമും ഹുക്മും കൊടുത്തു. വനജൈനാഹു മിനൽ ഖർയത്തി ലത്തി കാനത് തഅമലുൽ ഖബായിസ്. അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി. എവിടുന്ന്? മ്ലേച്ഛമായത് പ്രവർത്തിക്കുന്ന നാട്ടിൽ നിന്ന് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിനെ. കാരണം ഇന്നഹും കാനൂ ഖൗമ സൗഇൻ ഫാസിഖീൻ, വൃത്തികേട് ചെയ്ത ഫാസിഖുകളായിരുന്നു ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത എന്ന് സ്വർഗ്ഗരതിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണ്. വ്യഭിചാരികളെ പറ്റി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അൽ ഖബീതാതു ലിൽ ഖബീതീന വൽ ഖബീതൂന ലിൽ ഖബീതാത്ത് അത്വയ്യിബാതു ലിത്വയ്യിബീന വത്വയ്യിബൂന ലിത്വയ്യിബാത്ത്. ഏറെ മനോഹരമായ ആയത്തിൽ അല്ലാഹു പറയാണ്, എന്താണ് പറഞ്ഞിരിക്കുന്നത്? വ്യഭിചരിക്കുന്ന പുരുഷന്മാർ വ്യഭിചരിക്കുന്ന സ്ത്രീകൾക്കും, വ്യഭിചരിക്കുന്ന സ്ത്രീകൾ വ്യഭിചരിക്കുന്ന പുരുഷന്മാർക്കുമുള്ളതാകുന്നു. ശുദ്ധരായ സ്ത്രീകൾ ശുദ്ധരായ പുരുഷന്മാർക്കും, ശുദ്ധരായ പുരുഷന്മാർ ശുദ്ധരായ സ്ത്രീകൾക്കുമാകുന്നു. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക. ഒരു വ്യഭിചാരി ഒരു വ്യഭിചാരിണിയെയോ ഒരു മുശ്രിക്കത്തിനെയോ അല്ലാതെ നിക്കാഹ് കഴിക്കില്ല. വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്. ഇനി ഒരു വ്യഭിചാരിണി ഒരു വ്യഭിചാരിയെയോ അതല്ലെങ്കിൽ ഒരു മുശ്രിക്കിനെയോ അല്ലാതെ കല്യാണം കഴിക്കില്ല എന്ന് ഖുർആനാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട, സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. അള്ളാഹു മറ്റു പാപങ്ങൾക്ക് പറയാത്ത മ്ലേച്ഛം എന്ന പ്രയോഗം ഈ വ്യഭിചാരത്തിന് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം വൃത്തികേടാൻ, ഇത് സംസാരിക്കാൻ, ഇത് പഠിപ്പിക്കാൻ, ഇത് പറഞ്ഞു കൊടുക്കാൻ, ഇത് ചർച്ച ചെയ്യാൻ വരെ ഒരു മുഅ്മിനിന് ലജ്ജ ആവശ്യമുള്ള പോലത്തെ അത്രയും മ്ലേച്ഛകരമായ കാര്യമാണ്. അതുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, വലിഹാദാ കാനൽ ഇശ്ഖു വശിർഖു മുതലാസിമൈൻ. ഈ പാടില്ലാത്ത ഈ തെറ്റുകളിലേക്കെല്ലാം ജനങ്ങളെ ക്ഷണിക്കുന്ന ഒന്നാണ് പാടില്ലാത്ത സ്നേഹം ഉണ്ടാകുക എന്നത്. ശിർക്കിലേക്ക് എത്തിക്കാൻ, വ്യഭിചാരത്തിലേക്ക് എത്തിക്കാൻ രണ്ടിനും വരുന്നത് പാടില്ലാത്ത സ്നേഹമാണ്. ആദരവ് സ്നേഹമായി, അതാദരവായി, ബഹുമാനമായി, ആദരവ് അതിരുകവിഞ്ഞ് അവസാനം ആരാധനയിലേക്ക് എത്തുന്ന ശിർക്ക് പോലെ ഇഷ്ടങ്ങളെ മറ്റൊരു വേഗതയിലേക്ക് ഓടുകയും ആ ഇഷ്ടത്തിന്റെ വരമ്പുകൾക്ക് എന്താ പറയാ യാതൊരുവിധ പരിധിയും വെക്കാതെ ആ ഇഷ്ടം അവസാനം വ്യഭിചാരത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക്. അതാണ്
ഈ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എന്ന പണ്ഡിതൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അവിടെ എണ്ണിയത് ഈ മ്ലേച്ഛതയിലേക്ക് എത്തിക്കുന്നതാണ് ഇഷ്കും ശിർക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. പല ശിർക്കിന്റെ കൂടാരങ്ങളിലും നമുക്കെല്ലാവർക്കും അറിയാം വ്യഭിചാരത്തിന്റെ അഴിഞ്ഞാട്ടം നടക്കുകയാണ്. അല്ലാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന മഖ്ബറകൾ നിലനിൽക്കുന്ന നാടുകളിൽ വരെ, അവിടെ വരെ നിങ്ങൾക്ക് ബോർഡ് കാണാം, ഈ പ്രദേശത്ത് മദ്യവും വ്യഭിചാരവും മറ്റും ലഹരിയും ഉപയോഗിക്കൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. എവിടെയാണ്? പരിഭാവനമെന്ന് നമ്മൾ വിചാരിക്കുന്ന പള്ളികളിൽ നമ്മൾ വെക്കാറുണ്ടോ? ഇല്ല. എന്നാൽ ഇത്തരം സ്ഥലങ്ങളിൽ നിങ്ങൾ നല്ല ബുദ്ധിയോടുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ ബോർഡ് വരെ അവിടെ കാണാം. കാരണം എന്താ? ശിർക്കിന്റെ കൂടാരങ്ങളിൽ, ശിർക്കിന്റെ ഏരിയകളിൽ ഈ വ്യഭിചാരത്തിന് തഴച്ചു വളരാനുള്ള സ്കോപ്പ് ഉണ്ട് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കണ്ടെത്താനും സാധിക്കുക. അള്ളാഹു വ്യഭിചാരം സ്വവർഗരതി ചേർത്തി പറഞ്ഞ രംഗങ്ങൾ നോക്കൂ. മുശ്രിക്കുകളിലേക്കല്ലാതെ മുസ്ലിങ്ങളിലേക്ക് അത് അള്ളാഹു ചേർത്ത് പറഞ്ഞിട്ടില്ല. ഈ രണ്ട് സംഗതികളും മുശ്രിക്കുകളിലേക്കാണ്. അവരൊക്കെ ആ സമയത്ത് മുശ്രിക്കുകളായിരുന്നു. ലൂത്തിന്റെ ജനത സ്വവർഗരതിയും അതുപോലെയുള്ള മോശമായ തോന്യാസങ്ങളും നടത്തിയിരുന്ന ലൂത്തിന്റെ ജനത മുശ്രിക്കുകളായിരുന്നു. അതോടൊപ്പം പറഞ്ഞത് അസീസ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മോശമായ സംഗതികളിലേക്ക് ക്ഷണിച്ച ഈ അസീസിന്റെ ഭാര്യയും എന്തായിരുന്നു? ഈ പറഞ്ഞ രൂപത്തിൽ മുശ്രിക്കുകളായിരുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തുടരുന്നു, ഫലൈസ ഫിദ്ദുനൂബ്, തെറ്റുകളിലില്ല, ഹഫ്സദുൽ ഖൽബ്, ഖൽബിനെ ഇത്രമാത്രം നശിപ്പിച്ച് കളയുന്ന മറ്റൊരു തെറ്റില്ല എന്നാണ്. ഒരു മനുഷ്യൻ ദീനിനെ ഇത്രമാത്രം, ഒരു മനുഷ്യന്റെ ദീനിനെ ഇത്രമാത്രം തകർത്ത് കളയുന്ന ഒരു തിന്മയുമില്ല പ്രിയപ്പെട്ടവരെ ദുനിയാവിൽ. മിൻഹാദൈനിൽ ഫാഹിശതൈൻ, ഈ രണ്ട് തെറ്റുകൾ പോലെ, ഏത്? വ്യഭിചാരവും സ്വവർഗരതിയും പോലെ അത്ര മ്ലേച്ഛമായ ഒരു തിന്മയില്ല എന്നാണ്. വലഹുമാ ഖാസിയത്തുൻ ഫീ തബഈനിൽ ഖൽബി മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ഖൽബിനെ അകറ്റിക്കളയുന്ന ഇതുപോലെയുള്ള ഒരു തെറ്റ് വേറെയില്ല. അല്ലാഹുവിൽ നിന്ന് നമ്മുടെ കൽബിനെ അകറ്റുക എന്നത് നഊദുബില്ലാഹ് അല്ലാഹുവിൽ നിന്നുള്ള വലിയ ഒരു ശിക്ഷയാണ് എന്നാണ് പണ്ഡിതന്മാർ. അല്ലാഹുവിൽ നിന്ന് അകന്നു പോവുക ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നാവും ആളുകൾ അറിഞ്ഞത് വിഷയമല്ല. എത്ര നാണം കെട്ടിട്ട് അവസാനം എന്ത് ചെയ്യുക? അവൻ അതിന്റെ ആളായിട്ട് മാറുക. നിങ്ങൾ കാണുന്നില്ലേ അങ്ങാടികളിൽ കറവ പശുക്കളെ പോലെ അന്യ സ്ത്രീകളായ ആളുകളെ നിങ്ങൾ കാണുന്നില്ലേ? ഇതിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് അവർ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, പാതിരകളിൽ ആർക്കും പേടിയാകുന്ന കൂരിരുട്ടിനിടയിൽ ഈ സുന്ദരികളായി ഒന്ന് ചമഞ്ഞു നിന്ന് തോന്നിവാസത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളെ നിങ്ങൾ കാണാറില്ലേ പ്രിയപ്പെട്ടവരെ? എന്താണ് അതിന്റെ? വൃത്തികേടുകളിൽ ഏറ്റവും ഗൗരവപ്പെട്ട എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ തോന്നിയാസത്തിനാണ് അവർ വന്നു നിൽക്കുന്നത്. നമ്മുടെ ദീൻ തന്നെ തകരുന്ന പാപമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ വിശ്വാസത്തിനെ തകർത്ത് കളയുന്ന ഒരു തിന്മയാണ് ഈ വ്യഭിചാരം എന്നത്. എന്താണ്? അതിൽ പെട്ടുപോയ ആളുകൾക്ക് അതിൽ നിന്ന് മടങ്ങി വരിക എന്നത് ഏതെങ്കിലും ഒരു മാനക്കേടിന് ശേഷമായിരിക്കും, ഒരു ശിക്ഷയ്ക്ക് ശേഷമായിരിക്കും. അതല്ലെങ്കിൽ വലിയൊരു നാശത്തിന്റെയോ നഷ്ടത്തിന്റെയോ ഭാണ്ഡം വേറിയതിനു ശേഷമായിരിക്കും ഒരാൾക്ക് ആ തിന്മയിൽ നിന്ന് തിരിച്ചു വരാൻ പോലും കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയും ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട ഒരു വലിയ മ്ലേച്ഛമായ ഒരു മേഖലയാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ തെറ്റിൽ നിന്ന് എന്താണ്? അദ്ദേഹം പ്രവാചകനാണ്. ആ രാജ്ഞി വിളിച്ച് അകത്തേക്ക് കയറ്റിയപ്പോൾ അദ്ദേഹം പോയിട്ടുണ്ട്, റൂമിലേക്ക് കയറ്റിയപ്പോൾ അദ്ദേഹം പോയിട്ടുണ്ട്. പക്ഷേ വാതിലടച്ച് ഒരു മോശമായ ഒരു സന്ദർഭമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം രക്ഷപ്പെടുകയാണ് ചെയ്തത്. സൂറത്ത് യൂസുഫ് വായിച്ചാൽ നിങ്ങൾക്ക് മനോഹരമായി അതിനെ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെയാണ് യൂസുഫിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിത്തെറിപ്പിച്ചു. ഇഖ്ലാസുള്ള അടിമകളായിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇത്തരം പാപങ്ങൾ ഇഖ്ലാസുള്ള വിശ്വാസികൾക്ക് പ്രിയപ്പെട്ടവരെ അത് ബാധിക്കുകയുമില്ല. അവർക്കെങ്കിലും ഇതിന്റെ ലാഞ്ചന വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ ഇഖ്ലാസിന് എന്തെങ്കിലും ഒരു കോട്ടം വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ അത് മതിയാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരാൾ വ്യഭിചരിക്കുകയില്ല അയാൾ മുഅ്മിനായിക്കൊണ്ട്. ഒരാൾ വ്യഭിചരിക്കുന്ന പ്രശ്നമില്ല. അതേപോലെ പറഞ്ഞു വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖുഹാ വഹുവ മുഅ്മിൻ. ഒരാൾ മദ്യപിക്കില്ല അയാൾ മുഅ്മിനായിക്കൊണ്ട് മദ്യപിക്കുന്നതല്ല. അയാൾ മുഅ്മിനിൽ നിന്ന് പുറത്തായിട്ട്, ഈമാനിൽ നിന്ന് പുറത്തു പോയിട്ടാണ് അയാൾ മദ്യപിക്കുക. അതേപോലെ പറഞ്ഞു വലാ യശ്രിബു ശാരിബ് ഹീന യശ്രിബുഹാ വഹുവ മുഅ്മിൻ. ഒരാള് നേരത്തെ പറഞ്ഞു അയാൾ എന്ത് ചെയ്യില്ല, മോഷണം നടത്തില്ല മുഅ്മിനായിക്കൊണ്ടല്ലാതെ.
അതേപോലെ തന്നെ അയാൾ മദ്യപിക്കുകയില്ല മുഅ്മിനായിക്കൊണ്ടല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ഇബ്നു മാലിക് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന മിൻ ഇശ്റാത്തിസ് സാഅതി യർഫഉൽ ഇൽമ. ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് പ്രധാനമായി എണ്ണിയ ഒന്ന് ഇൽമു ഉയർത്തപ്പെടുക എന്നതാണ്. അതായത് ഇതൊക്കെ ഇതിന്റെ ഗൗരവമൊക്കെ പറഞ്ഞു തരുന്ന, ഇതൊരു വലിയ അപകടമാണ് എന്ന് പറഞ്ഞു തരുന്ന ആളുകൾ ഇല്ലാതാകുന്ന ഒരവസ്ഥയുണ്ടാവും. സുബ്ഹാനല്ലാഹ്, മുസ്ലിം സംഘടനകളിൽ വരെ ഈ വ്യഭിചാരത്തിലേക്കും ഈ അധർമ്മ ബന്ധങ്ങളിലേക്കും എത്തുന്ന തരത്തിലുള്ള സദസ്സുകൾ രൂപീകരിക്കുന്ന ആളുകളുണ്ട്. അവർക്കാർക്കും ഇതിൽ അപകടം സൂചിപ്പിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഈ അന്യ സ്ത്രീകളായ ആളുകളെ മഹ്റമില്ലാതെ കൊണ്ടുപോകുന്ന ഉംറ വരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ എന്നതാണ്. എന്ന് പറഞ്ഞാൽ അതിലെ അപകടം എന്താണെന്നും ഏതൊരു പതിവ്രതയായ സ്ത്രീയും അപമാനിക്കപ്പെടുകയോ അതല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുകയോ ചെയ്യുമെന്ന് വിചാരിക്കാൻ അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിത നിരക്ക് പോലും സാധിക്കാത്ത വിധമാണ് മുസ്ലിം സംഘടനകൾ നമ്മുടെ മലയാളക്കരയിൽ പ്രവർത്തിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിന്റെ അപകടത്തിന്റെ ആഴം പ്രിയപ്പെട്ടവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അടയാളം പറഞ്ഞെടുത്ത് പറഞ്ഞു, ഇൽമു ഉയർത്തപ്പെടും, പണ്ഡിതന്മാരിങ്ങനെ മരണപ്പെട്ടു പോകും, ആളുകൾ ഇല്ലാതായി വരും. ദീന് പറഞ്ഞു തരുന്ന ഇതിന്റെ അപകടത്തെ കുടുംബത്തിനകത്ത് ഇല്ല, പാടില്ല. ജ്യേഷ്ഠന്റെ മകളാണെങ്കിലും ശരി, അനിയന്റെ മകന്റെ കൂടെ കിടക്കുന്നത്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അരുത് എന്ന് പറയുന്ന കുടുംബക്കാരില്ലാത്ത കുടുംബത്തിൽ ജീവിക്കുന്നവരാ നമ്മളെല്ലാരും. അവരൊക്കെ ഒന്നിച്ച് ജനിച്ചവരല്ലേ, അവരെന്ത് കാട്ടാനാണെന്നാണ് നമ്മൾ വിചാരിക്കാറുള്ളത്. ആ രണ്ട് മക്കളും നല്ല മക്കളാണ്. കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര. അവർ ശുദ്ധ പ്രകൃതിയിൽ ജീവിച്ചവരാണ്, ജനിച്ചവരാണ്. പക്ഷേ അവസരങ്ങൾ, കുടുംബക്കാരെന്ന് പറയുന്ന, രക്ഷിതാക്കൾ എന്ന് പറയുന്ന, രക്ഷിക്കുന്ന ആളുകൾ, രക്ഷിക്കുന്ന മാതാക്കൾ, പിതാക്കൾ എന്ന് പറയുന്ന രക്ഷിതാക്കളുടെ അശ്രദ്ധയും അനുവാദം കൊടുക്കലും കൊണ്ട് കുടുംബത്തിന്റെ അകത്തു വരെ ഈ വ്യഭിചാരം അതിന്റെ ശൃംഖലകൾ തീർത്തിരിക്കുകയാണ് എന്നതാണ് ഗൗരവപ്പെട്ട വിഷയം പ്രിയപ്പെട്ടവരെ. ഇനിയോ വയക്തുറുൽ ജഹൽ, രണ്ടാമത്തെ അടയാളം പറഞ്ഞു, വിവരമില്ലായ്മ വർദ്ധിക്കും. അതേ പ്രിയപ്പെട്ടവരെ, വിവരമില്ലാത്ത ആളുകളാണ് പല സംഘത്തെയും നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവരുടെ സംസാരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവരുടെ നിലപാടുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വ്യഭിചാരം വർദ്ധിക്കും. അതുപോലെ ഒരുപാട് പറഞ്ഞു, പുരുഷന്മാർ കുറയും, സ്ത്രീകൾ വർദ്ധിക്കും. 50 പെണ്ണിന് ഒരു പുരുഷൻ എന്ന അവസ്ഥയിൽ സ്ത്രീകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന കാലം വരുമെന്നാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വ്യഭിചാരത്തെ മഹത്വപ്പെടുത്തുന്ന ആൾക്കൂട്ടങ്ങൾ, അവൈധമായ ആൺപെൺ ബന്ധങ്ങളെ പരിശുദ്ധപ്പെടുത്തുന്ന മുസ്ലിം സംഘടനകൾ, ഹിജാബിനെയും നിഖാബിനെയും മുസ്ലിം ശിആറുകളെയും പരിഹസിക്കുന്ന മുസ്ലിങ്ങൾ ആലോചിക്കണം നിങ്ങൾ എല്ലാവരും. അതിനെപ്പറ്റി മോശമായി സംസാരിക്കുന്ന മിമ്പറുകൾ അതുവരെയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും വിചാരിക്കും, എന്താണ് പ്രശ്നം, അങ്ങനെ മിക്സ് ചെയ്താൽ എന്താ കുഴപ്പം, അവരൊന്നിച്ചു പോയാൽ എന്താ കുഴപ്പം, അവരുടെ കൂടെ ഇവള് പോയാൽ എന്താ കുഴപ്പം എന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുകയും നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു അത്ഭുതമുണ്ട് ഇതിൽ. ഒളിഞ്ഞു കിടക്കുന്ന ഒരു വലിയ രഹസ്യ അറയുണ്ട് ഇതിൽ. നമ്മുടെ മകളോ, നമ്മുടെ ഭാര്യയോ, നമ്മളുടെ പെങ്ങളോ, നമ്മളുടെ ഉമ്മയോ അവിഹിതമായ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവസാനം അറിയുന്ന ആൾ ഈ ദുനിയാവിൽ നമ്മളായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് എത്തിക്കാൻ അതറിയുന്ന സുഹൃത്തുക്കൾ വരെ മടിക്കുന്നത്ര മ്ലേച്ഛമാണ് ആ സംഗതി എന്നാണ്. അതുകൊണ്ട് എല്ലാവരും സേഫ് ആണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും ഒരിക്കലും കരുതരുതേ എന്നാണ് ഈ മിമ്പറിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടത്, എല്ലായിടത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള മിക്സിങ്ങുകളെ ലാഘവത്തോടെ കണ്ട് അതൊന്നും ഇനി നടക്കൂല എന്നിടത്തേക്ക് നമ്മൾ വരെ എത്തിയിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു പഴഞ്ചൻ ആശയമാണെന്നും അത് ഇന്നത്തെ കാലത്ത് നടക്കില്ല എന്നും നമ്മുടെ മക്കൾ വരെ സംസാരിക്കുന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയിലേക്ക് പോകുന്ന ആ സന്ദർഭത്തിൽ സഹാബത്ത് പറയാണ്, അന്നാണ് വേട്ടമൃഗങ്ങളെ നിങ്ങൾ ഉപയോഗിക്കരുത്, കൊല്ലരുത് എന്ന ആയത്ത് വന്നു. സഹാബാക്കൾ പറയാണ്, ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടു. ആ മണൽ വിരിച്ച കഅബാലയത്തിന്റെ ചുറ്റും നല്ല തൊഴുത്ത ഒട്ടകങ്ങളും ആടുമാടുകളും ഇങ്ങനെ വന്നിങ്ങനെ ഞങ്ങളെ കൂടെ നടക്കുകയാണ്. അവിടെ എന്താണ്, ആർക്കും അതിനെ അറുത്ത് തിന്നാം. പക്ഷേ അരുതേ എന്ന ആയത്ത് വന്നതിന് ശേഷം സഹാബത്ത് പറയാണ്, ഒന്ന് കൈ നീട്ടിയാൽ അതിനെ കിട്ടും, ഒരു കല്ല് തട്ടിയിട്ടാൽ അതിനെ നമുക്ക് അറുത്ത് തിന്നാൻ കഴിയും. പക്ഷെ ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടു. അതെല്ലാം മാറ്റി നിർത്തിയുള്ള ആദ്യത്തെ ഉംറ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു എന്ന്. ഇന്നെന്താ, ആ ആയത്തിന് സമാനമാണ്. ഇന്നെല്ലാം അവൈലബിൾ ആണ് അല്ലേ? എല്ലാ ചെറിയ അങ്ങാടികളിലും ഒരു 50 കടകളുള്ള അങ്ങാടി എടുത്തു നോക്കിയാൽ
അവിടെയും വ്യഭിചാര കേന്ദ്രം നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള ഭരണാധികാരികൾ അത് ശ്രദ്ധിക്കാത്തിടത്തോളം കാലം അതിങ്ങനെ കുമിഞ്ഞു പൊന്തുന്ന അവസ്ഥ നമ്മുടെ നാടകങ്ങളിലേക്ക് കടന്നു വരികയാണ്. ബാർബർ ഷോപ്പുകളിലും ബ്യൂട്ടി പാർലറുകളിലും ജിംനേഷ്യങ്ങളിലും മസാജ് സെന്ററുകളിലും ഹോട്ടലുകളിലും ലോഡ്ജുകളിലും അപ്പാർട്ട്മെന്റുകളിലും എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് അവൈലബിൾ ആകുന്ന തരത്തിൽ നമ്മളുടെ സമുദ്ധരായ പ്രബുദ്ധരായ ഈ കേരളത്തിലെ അങ്ങാടികളിലെ സ്ഥാപനങ്ങളിൽ ഇതെല്ലാം അവൈലബിൾ ആണ് എന്ന് ആലോചിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അവസാന കാലത്തേക്ക് നമ്മൾ അടുത്തിരിക്കുന്നു എന്ന ഭയാനകമായ ചിത്രം നമുക്ക് വ്യക്തമാകുക. യാ അയ്യുഹല്ലദീന ആമനു ലയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇൻ മിനസ്-സ്വൈദി തനാലുഹു ഐദീകും വലിമാഹുകും ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ-ഗൈബ്. അതാണ് സഹാബത്ത് പറഞ്ഞത്. ഈ ആയത്ത് വന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നാണ് സഹാബത്ത് പറയാണ്. ഞങ്ങൾ ഹുദൈബിയ സന്ധിയിലുണ്ടായ ഉംറയിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഇന്നത്തെ കാലത്തെ സ്ത്രീകളും അന്നത്തെ കാലത്തെ വേട്ടമൃഗങ്ങളും ഒരുപാട് സാദൃശ്യമുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ ഒരു മഹാപാപത്തിൽ വീഴാതിരിക്കാൻ ജാഗ്രത പുലർത്തുകയും അതിൽ പെട്ടുപോയ ആളുകളുണ്ടെങ്കിൽ തിരിഞ്ഞു നടക്കാൻ അവരുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യുക. ഒരു ഖൈറും സ്വീകരിക്കാൻ കഴിയാത്ത കൽബായിട്ടാണ് നമ്മുടെ ഹൃദയം മാറുക. നമ്മുടെ കൽബിനെ അള്ളാഹു മാറ്റിക്കളഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. അള്ളാഹു സമയം നീട്ടിത്തരും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ കരുതും എന്റെ പ്രവർത്തനത്തിന് യാതൊരു കുഴപ്പവുമില്ല എന്ന്. ചിലർ വ്യഭിചാരികളായിരിക്കും, ഒരിക്കലും പിടിക്കപ്പെടില്ല. ഒരിക്കലും പിടിക്കപ്പെടാതെ വാർദ്ധക്യം വരെ വ്യഭിചാരികളായി ജീവിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഉണ്ടാകും. എന്നാലും പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവർ തുടരും. അപ്പോൾ അള്ളാഹു ഒരു പിടുത്തം പിടിക്കും. അപ്പോൾ വെപ്രാളപ്പെട്ടിട്ട് കാര്യമുണ്ടാകില്ല എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ എല്ലാവരും സൂക്ഷിക്കുക. ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹു പറയുന്നു, മരണത്തിന്റെ സക്രത്ത് വരിക തന്നെ ചെയ്യും. എന്താണോ നീ അതിനുവേണ്ടി നിങ്ങൾ കരുതിയിരിക്കണം, അതിന് പോകേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മരണം വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് കാഹളത്തിലൂതപ്പെട്ടാൽ അതാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം. ഏത് അമലുകളായിട്ടാണ് നമ്മൾ മരിക്കുക എന്ന് നമ്മൾ കരുതി വെക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ചിലപ്പോൾ ഈ തോന്യാസങ്ങളിൽ ജീവിക്കുന്നതിനിടയിലായി ഒരു ആക്സിഡന്റ് നമ്മൾ കാണുന്നില്ലേ? ആക്സിഡന്റ് സംഭവിക്കുന്നു, രണ്ടാളുകൾ മരിക്കുന്നു. എന്താണ് പത്രത്തിൽ കൊടുക്കാറുള്ളത്? ആൺ സുഹൃത്തിനോടൊപ്പം അല്ലെ യാത്ര ചെയ്യവേ സ്ത്രീ ഇന്ന കുട്ടി മരിച്ചു, പെൺ സുഹൃത്തിനൊപ്പം ലോഡ്ജിൽ മരിച്ച നിലയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താണ് അവിടെയൊക്കെ നടക്കുന്നത്? അത് മരിച്ചിട്ടില്ലെങ്കിൽ, അവിടെ കൊലപാതകം നടന്നിട്ടില്ലെങ്കിൽ, അവിടെ ആത്മഹത്യകൾ നടന്നിട്ടില്ലെങ്കിൽ, ഈ തോന്യാസം എത്ര കാലം അവർ തുടരും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതൊരു കോംപ്രമൈസിന് ഇങ്ങനെ പോകുകയാണെങ്കിൽ എത്ര കാലം ആ കുടുംബിനി വ്യഭിചരിക്കും, ആ കുടുംബനാഥൻ വ്യഭിചരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. ഇനിയോ ഇത് പുറത്തു വരുമ്പോൾ എന്താണ് അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ അന്യ സ്ത്രീകളോടൊപ്പം ലോഡ്ജിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ഇന്ന കാരണത്താൽ ആത്മഹത്യ ചെയ്യപ്പെട്ട നമ്മുടെ പേര് വെളിപ്പെടുമ്പോ നമ്മൾ പ്രധാനപ്പെട്ട ആള് മരണപ്പെടുകയും കൊല്ലപ്പെടുകയും ആത്മഹത്യ ചെയ്യപ്പെടുകയും ബാക്കിയാകുന്ന ആളും ഈ കൊല്ലപ്പെട്ട ആളുകളുടെ സന്താനങ്ങളും ആ നാട്ടിൽ തലതാഴ്ത്തി ജീവിക്കുന്ന ഏറ്റവും മോശമായ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിലേക്ക് വിതറിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മരണപ്പെടുക. ആലോചിക്കണം നമ്മളെല്ലാവരും. നമ്മൾ കൊല്ലപ്പെടുകയാണെങ്കിലും മരണപ്പെടുകയാണെങ്കിലും ആത്മഹത്യ ചെയ്യപ്പെടുകയാണെങ്കിലും അവിടെ വെച്ച് നമ്മുടെ ചരിത്രം അവിടെ പൂർത്തിയാകുന്നില്ല. ഈ ഭാണ്ഡവുമായി നമ്മളുടെ നിരപരാധികളായ നിഷ്കളങ്കരായ മക്കൾ ഈ ദുനിയാവിൽ തലതാഴ്ത്തി ജീവിക്കുന്ന ഒരവസ്ഥയും കൊടുത്താണ് ഈ രക്ഷിതാവെന്ന് പറഞ്ഞവൻ മരണപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും ആത്മഹത്യ ചെയ്യുന്നതും അതുപോലെയുള്ള സ്ത്രീകളും. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും വിചാരിക്കും ഈ തോന്യാസത്തിൽ പെട്ടുപോയ ആളുകൾ അങ്ങ് മരിച്ചു കളഞ്ഞാൽ ചരിത്രം ഫിനിഷായി എന്താണ്? ഇല്ല. അവരുടെ ബാക്കി പത്രങ്ങളായ അന്തസ്സുള്ള കുടുംബക്കാർ വരെ ആ നാട്ടിൽ അനപമാനിതരായി അവർ ജീവിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥ കൊടുത്തിട്ടാണ് ഇവർ പോകുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മുആവിയ ഇബ്നുൽ ഹൈദ റഹിമഹുല്ലാഹ് അദ്ദേഹം റിവായത്ത് ചെയ്യുകയാണ്, വല്ലാഹു അഹഖു അൻ യസ്തഹി മിനൻ നാസ്, ജനങ്ങളെക്കാളും ലജ്ജിക്കാൻ നിനക്ക് അർഹതപ്പെട്ടത് നിന്റെ റബ്ബാണ്. ആളുകൾ അറിയുന്നുള്ള ബേജാറ് മാത്രമേ നമുക്ക്. എല്ലാ പ്രിയപ്പെട്ടവരെ, എന്റെ റബ്ബിനെ കാണൂലേ? ഈ മോശമായതൊക്കെ എന്റെ റബ്ബ് കാണുന്നുണ്ടാവില്ലേ? ഈ മ്ലേച്ഛം എന്ന് പറഞ്ഞ തോന്നിയാസം ഞാൻ ചെയ്യുന്നത് ആരാരും അറിയില്ലെങ്കിലും, ഏത് വിദൂര രാജ്യത്താണെങ്കിലും, വിദൂര വിദ്യാഭ്യാസത്തിനിടയിലാണെങ്കിലും, ഒറ്റയ്ക്ക് താമസിക്കുന്ന റൂമിലാണെങ്കിലും, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വാഹനത്തിലാണെങ്കിലും എന്റെ റബ്ബ് അറിയുമല്ലോ എന്ന് വിചാരിക്കുന്നവന് മാത്രമാണ് അവിടെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക.
വ്യഭിചാരം, സ്വവർഗതി പോലുള്ള മാരകമായ പാപങ്ങൾ ചെയ്യുന്നവന്റെ ഈമാൻ വസ്ത്രം നുരുമ്പുന്നത് പോലെ നുരുമ്പിപ്പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തെറ്റുകൾ ചെയ്യാൻ സൗകര്യമുള്ള ഈ കാലത്ത് മൊബൈലിലും ലാപ്ടോപ്പിലും അല്ലേ ഒരു നമ്പർ കൈമാറുമ്പോഴേക്കും കാര്യങ്ങൾ മോശമായ ഒരു തലത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള ദുനിയാവാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്ന ദുനിയാവ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദാസമയം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഐന. അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു തഖ്വയും അതേപോലെ തന്നെ സൂക്ഷ്മതയും സന്മാർഗവും ചാരിത്രശുദ്ധിയും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും തുടരണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഐന എന്ന പ്രാർത്ഥന. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ, അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ് വഖുദ്റതിക അലൽ ഖൽഖ് അഹീനി മാ അലിംതുൽ ഹയാതി ഖൈറൻ ലി വതവഫനി മാ അലിംതുൽ വഫാതു ഖൈറൻ ലി. അല്ലാഹുവേ നിന്റെ ഇൽമുൽ ഗൈബ് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, നിന്റെ പടപ്പുകളുടെ മുകളിൽ നിനക്കൊരു ഖുദ്റത്തുണ്ടല്ലോ, അത് വെച്ച് ഞാൻ ചോദിക്കുകയാണ്, അല്ലാഹുവേ എനിക്ക് ജീവിതം എത്ര കാലം ഖൈറാണോ അത് നീ അറിയുമോ, അത്ര കാലം നീ എന്നെ ജീവിപ്പിക്കണമേ. എത്ര കാലം മരണമാണോ എപ്പോൾ ഖൈർ, ആ സമയത്ത് എന്നെ നീ മരിപ്പിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാ നാട്ടിലും എല്ലാ റോട്ടിലും എല്ലാ വീട്ടിലും നിറഞ്ഞു കിടക്കുന്ന സാധ്യതയുള്ള ഒരു തോന്നിയാസമായി നമ്മളെല്ലാവരും പ്രിയപ്പെട്ടവരെ ഈ തിന്മയെ നമ്മളെല്ലാവരും കാണണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാപങ്ങളിൽ ചെറുതായിട്ടെങ്കിലും പെട്ടുപോയ ആളുകൾ, ഇതിന്റെ പ്രശ്നം എന്താണ്? നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മാതാപിതാക്കളായ നമ്മൾക്ക് ഈ ഒരു പോരായ്മയുണ്ടെങ്കിൽ ഇതല്ലാത്ത പല പോരായ്മകളും ചിലപ്പോൾ നാട്ടുകാരും കുടുംബക്കാരും പ്രാർത്ഥിക്കും, പടച്ചോനെ അദ്ദേഹം ഭയങ്കര തമാശക്കാരനായിരുന്നു, ആളുകളെ പരിഹസിക്കുന്ന ആളായിരുന്നു എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ കാക്ക, പടച്ചോനെ പുറത്തു കൊടുക്കണേന്ന് പറയും. എൻ്റെ ഉമ്മ അങ്ങനെ ആയിരുന്നു, പുറത്തു കൊടുക്കണേന്ന് പറയും. പക്ഷേ വ്യഭിചരിച്ചിട്ട് തൗബ ചെയ്യാതെ സ്വകാര്യമായി ജീവിച്ച് ജീവിതം തുടരുന്നൊരു മനുഷ്യൻ അവിചാരിതമായി മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി ആരാണ് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് അത് തൗബ ചെയ്യാതെ നിലനിൽക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിരിക്കുന്ന ഭയാനകമായ നരകശിക്ഷയിലും ഖബറിലെ ശിക്ഷയിലും അയാള് വല്ലാതെ പ്രയാസപ്പെടുന്നൊരവസ്ഥ കടന്നു വരികയും ചെയ്യും. അതുകൊണ്ട് എല്ലാ ആളുകളും അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യത്തിലും ദുനിയാവിൽ നമ്മളുടെ തല താഴ്ത്തി കളയുന്ന, നമ്മളെ അപമാനിക്കുന്ന, നമ്മുടെ ബന്ധങ്ങൾ തകർത്ത് കളയുന്ന എല്ലാം നശിച്ചുപോവുക ചെയ്യുക, നാറിപ്പോവുക ചെയ്യുക. ഒരു ഗ്യാരണ്ടിയും പ്രിയപ്പെട്ടവരെ പിന്നീട് കിട്ടാത്തൊരു തിന്മയാണ്. എത്രയെത്ര ഒളിച്ചോട്ടങ്ങൾ, എത്രയെത്ര അടിപിടികൾ, എത്രയെത്ര കേസുകൾ, എത്രയെത്ര തൊലാക്കുകൾ, എത്രയെത്ര കൊലപാതകങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എത്ര മക്കളാണ് സ്വന്തം ഉമ്മയുടെ കൂടെ ജീവിക്കാൻ കഴിയാതെ, സ്വന്തം ബാപ്പയുടെ കൂടെ ജീവിക്കാൻ കഴിയാതെ, സ്വന്തം ബാപ്പയുടെ അടുക്കൽ ഒരു പ്രാവശ്യം പോകാൻ ഭയപ്പെടുന്ന മക്കളുള്ള ലോകത്താണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് വ്യഭിചാരം എന്ന ഈ മഹാപാപത്തിൽ നിന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബത്ത് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി എന്താണ്? ഇന്ന ഫാത്തിമ ഖുറൈശ് അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുറൈശികളിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു, യാ റസൂലല്ലാഹ് ഇദ്നി ബിസിന. റസൂലുള്ളാഹിയിലേക്ക് അടുത്ത് വന്ന ഇസ്ലാമിനോട് ചേർന്ന് നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, റസൂലേ ഞാൻ എല്ലാറ്റിൽ നിന്നും വിട്ടു നിന്നിട്ടുണ്ട്, ഞാൻ ശിർക്കിൽ നിന്ന് വിട്ടു, മഹാപാപങ്ങളൊക്കെ ഞാൻ, പക്ഷേ വ്യഭിചാരം മാത്രം നിങ്ങൾ എനിക്ക് അനുവദിച്ചു തരണം എന്ന് പറഞ്ഞു. വ്യഭിചരിക്കാതിരിക്കാൻ എനിക്ക് ആവുന്നില്ല റസൂലേ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ മനുഷ്യൻ വന്ന് ചോദിക്കുന്ന ചോദ്യം കേട്ട് സഹാബത്ത് അദ്ദേഹത്തെ വിരട്ടിക്കളഞ്ഞു, പൊയ്ക്കളം പറഞ്ഞു, ദേഷ്യം പിടിച്ചിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ വിളിക്കി, ഇങ്ങോട്ട് വരിൻ, ഇങ്ങോട്ട് വരിൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതുഹിബ്ബു ലി ഉമ്മിക്, നിന്റെ ഉമ്മാനെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമോ? റസൂലേ അത് പറയരുത്, എനിക്ക് സഹിക്കാനാവില്ല റസൂലേ. ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ജഅലനി അല്ലാഹു ബിദാഇക, അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയരുത്, എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ്. പ്രവാചകന്റെ അടുത്ത ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു, വലന്നാസി ലാ യുഹിബ്ബൂന ലി ഉമ്മിഹിം വ ഉമ്മഹാതിഹിം, ആളുകൾ എങ്ങനെയാണ്? ആർക്കും അവരുടെ അതല്ലെങ്കിൽ ഉമ്മയെ വ്യഭിചരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല സഹോദര. അതെ, അങ്ങനെയാണ്. അടുത്ത ചോദ്യം, അതുഹിബ്ബു ലി ബിൻതിക്, നിന്റെ മകളെ? അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ജഅലനി അല്ലാഹു ബിദാഇക, അല്ലാഹുവിന്റെ റസൂലേ പറയരുതേ, എന്നെ ഓർമ്മിപ്പിക്കല്ലേ റസൂലേ, എനിക്ക് സഹിക്കാൻ പറ്റില്ല റസൂലേ, പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലന്നാസി ജമീഅൻ യുഹിബ്ബൂന ലി ബനാതിഹിം, ജനങ്ങളും അങ്ങനെയാണ്,
ആർക്കും ആരുടെ മകളും വ്യഭിചരിക്കപ്പെടുന്നത് ഇഷ്ടമല്ല ഒരു രക്ഷിതാവിനും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു, അതിഹബ്ബുലി അഖ്ദിക്, നിന്റെ സഹോദരിയെ, ഇല്ല റസൂലേ എനിക്ക് സഹിക്കാനാവില്ല റസൂലേ, പറ്റൂല റസൂലേ എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, വന്നാസു ലാ യുഹിബ്ബൂന ലി അഖ്വാതിഹിം, ജനങ്ങളും അത് ഇഷ്ടപ്പെടുന്നില്ല സഹോദര. അടുത്ത ചോദ്യം, അതുഹിബ്ബു ലി അമ്മതിക്, ഉപ്പാന്റെ സഹോദരി, വലന്നാസു യുഹിബ്ബൂന ലി ഉമ്മാതിഹിം, അതുഹിബ്ബു ലി ഖാലതിക്, ഉമ്മാന്റെ സഹോദരി. എത്ര ചോദ്യം പ്രിയപ്പെട്ടവരെ. വന്നാസു ലാ യുഹിബ്ബൂന ലി ഖാലാതിഹിം. എന്നിട്ട് ഫറഫഅ യദഹു അലൈഹി വഖാല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരന്റെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗഫിർ ദംബ വതഹിർ ഖൽബ വഹസ്സിൻ ഫർജ. അല്ലാഹുവേ ഇദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ, ഇദ്ദേഹത്തിന്റെ കൽബ് നീ ശുദ്ധീകരിക്കണമേ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലൈംഗിക അവയവം നീ സംരക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അയാൾക്ക് മനസ്സിലായി, ഈ ലോകത്ത് നമ്മൾ കാണുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ പ്രണയിക്കുന്ന, വ്യഭിചരിക്കുന്ന ഏതൊരു പെണ്ണും ഏതൊരു രക്ഷിതാവിന്റെയും ഭാര്യയോ മകളോ അതല്ലെങ്കിൽ പിന്നെ സഹോദരിയോ ഉമ്മയോ ആയിരിക്കുമെന്ന് അയാൾക്ക് മനസ്സിലായി. ഇത് നമ്മൾ തന്മതി. ഏതൊരു തോന്യാസത്തിലേക്ക് പോകുമ്പോഴും എവിടെയോ ഉള്ള നിരപരാധിയായി സൂക്ഷ്മതയോടെ ജീവിക്കുന്ന, ഇങ്ങനെയുള്ള പാപക്കറകളൊന്നും പുരളാത്ത വാപ്പാന്റെ ഉമ്മാന്റെ മക്കളായിരിക്കും അത് എന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും സാധിക്കണം. അങ്ങനെയാണ് ആ തിന്മയിൽ നിന്ന് ആ സഹോദരനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു കൊണ്ടുവന്നത്. നിങ്ങൾക്കറിയൂ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഇതിന്റെ ഗൗരവം പറഞ്ഞുകൊണ്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, അഇഫു നിസാഅക്കും, നിങ്ങൾ ലൈംഗിക വിശുദ്ധി പാലിക്കൂ, എങ്കിൽ നിങ്ങളുടെ സ്ത്രീകളും അത് പാലിക്കും. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബിനിയെ നാട്ടിലാക്കിയിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന കുറെ ആളുകളില്ലേ പ്രിയപ്പെട്ടവരെ. എല്ലാവർക്കും ബേജാറാണ്, അള്ളാഹു അവിടെ എന്ത് നടക്കും, പടച്ചോനെ എല്ലാവരും ദുസ്വപ്നങ്ങൾ കാണുകയാണ്, സംശയങ്ങൾ വരികയാണ്. എന്താണ് അവിടെ യഥാർത്ഥ മാനദണ്ഡം? പണ്ഡിതന്മാർ പറഞ്ഞത്, വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ കാണിക്കുന്ന തഖ്വയും സൂക്ഷ്മതയും അത് ഇഖ്ലാസുള്ളതാണെങ്കിൽ അവന്റെ ഭാര്യക്കും മകൾക്കും അവന്റെ റബ്ബ് കാവലിരിക്കുമെന്നാണ്. നേരെ മറിച്ചോ ഇവർ അവിടെ പോയിട്ട് തോന്നിയാസം നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കവിത അതാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? എങ്കിൽ നിങ്ങളത് സൂക്ഷ്മത പാലിച്ചാൽ നിങ്ങളുടെ സ്ത്രീകളും അത് പാലിക്കും അവരുടെ വീട്ടിൽ. ഫിൽ മഹറമി വതനജ്ജബു മാ ലാ യലീഖു ബിമുസ്ലിമിൻ, ഒരു മുസ്ലിമിന് യോജിക്കാത്തത് ചെയ്യാതിരിക്കൂ. മൻ യസ്നി ഫിൽ നാസി ഫി അൽഫി ദിർഹമിൻ, ആരെങ്കിലും 2000 ദിർഹമിന് വ്യഭിചരിച്ചാൽ ഫീ ബൈതിഹി യുസ്ന ബിഗൈരി ദിർഹമി, 2000 ദിർഹം കൊടുത്ത് ആരെങ്കിലും വ്യഭിചരിച്ചാൽ അവന്റെ വീട്ടിൽ സൗജന്യമായി വ്യഭിചാരം നടക്കുന്ന. നഊദുബില്ലാ. ചിന്തിച്ചു നോക്കണം നമ്മളെല്ലാവരും. പൈസ കൊടുത്തിട്ട് ഒരാണ് വ്യഭിചരിച്ചാൽ പകരം അവന്റെ വീട്ടിൽ സൗജന്യമായി വ്യഭിചാരം നടക്കുന്ന വീട്ടിലുള്ളവരിൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മയ്യസ്നി യുസ്നാ ബിഹി വലൗ ബിജിദാരിഹി വഇൻ കുൻത യാ ഹാദാ ലബീബൻ ഫഫഹമി, ആരെങ്കിലും ഒരാൾ വ്യഭിചരിച്ചാൽ അവന്റെ വീട്ടിലെ ചുമരെങ്കിലും വ്യഭിചരിക്കാതിരിക്കില്ല എന്നാണ് ഇമാം ഷാഫിയുടെ കവിതയിൽ അദ്ദേഹം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും സൂക്ഷിക്കുക. ഇനിയോ, ഇന്ന സിന ദൈനൻ ഫഇന്ന ദൈതഹു കാനൽ വഫാഉ മിൻ അഹ്ലി ബൈതിക ഫഅലമി, നീ മനസ്സിലാക്കുക, വ്യഭിചാരം എന്നത് കടം കൊടുക്കുന്നത് പോലെയാണ്. നീ അത് കൊടുത്താൽ തിരിച്ചു കിട്ടുക വീട്ടിലായിരിക്കെങ്കിലും ആയിരിക്കും. നമ്മൾ അന്യരായ ആളുകളെ, അന്യരായ കുട്ടികളെ, അന്യരായ ഉമ്മമാരെ, അന്യരായ മക്കളെ ഇതിനു വേണ്ടി ഉപയോഗിച്ചാൽ നിന്റെ വീട്ടിലുള്ളവനായിരിക്കും അതിന്റെ കടം പേറുക എന്നാണ് ഈ കവിതയിലുള്ളത്. അതുകൊണ്ട് നമ്മളിങ്ങനെ സുഖജീവിതമായിട്ട് ഇങ്ങനെ മരണപ്പെട്ടു പോയാൽ വേട്ടയാടപ്പെടും പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളും കുടുംബവും. അതുകൊണ്ട് സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ആ തിന്മയിൽ നിന്ന് മുക്തരാകുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അയ്യുഹൻ നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വ ഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും മളയച്ചമെന്ന് അല്ലാഹു പഠിപ്പിച്ച ഈ മാരകമായ പാപത്തിൽ നിന്ന് മുക്തരാകാനും ശ്രദ്ധിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. എല്ലാവരും സൂക്ഷിക്കുക. എല്ലാ ആളുകളിലേക്കും അന്യരായ സ്ത്രീകൾ ഇങ്ങനെ ഒഴുകി വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരെത്ര മോശമായി നടന്നാലും അള്ളാഹു അവരുടെ വിചാരണ നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് അതാണ്. മോശമായി നടക്കുന്ന ഒരു സ്ത്രീ ഇതിനുള്ളതാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. ഉപദേശിക്കലല്ലാതെ നമുക്ക് ബാധ്യതയില്ല. അവൾ അങ്ങനെ നടക്കുന്നവളാവട്ടെ അല്ലാതാവട്ടെ, അവളോട് കുഴപ്പമില്ല നമുക്ക് തോന്നും. പറ്റൂല പ്രിയപ്പെട്ടവരെ. തട്ടിയാലും മുട്ടിയാലും പ്രശ്നമില്ലാത്ത പെണ്ണിനെ തട്ടുന്നതിലും മുട്ടുന്നതിലും താല്പര്യമുള്ള ആളുകളാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ വീട്ടിൽ
വ്യഭിചാരം നടപ്പിലാക്കാതിരിക്കാനുള്ള ദുആയാണ് നമ്മളെല്ലാവരും ഇതിന് പ്രധാനമായും ചെയ്യേണ്ടതുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ആൺമക്കൾ അവരെ ഈ ഫാഹിഷത്തിന് വിധേയരാക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കും. നമുക്ക് ആർക്കെങ്കിലും സഹിക്കാനാകുമോ? എങ്കിൽ ആലോചിക്കുക, മറ്റുള്ളവരുടെ മക്കൾ ഉപദ്രവിക്കപ്പെട്ടാൽ നമ്മളുടെ മക്കളും ഉപദ്രവിക്കപ്പെടുമെന്നുള്ള വിചാരം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവരുടെ അവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. ദുർബലരായ മക്കളെ വിട്ടേച്ച് പോകേണ്ടി വരുമോ എന്ന് നമ്മൾ പേടിക്കേണ്ടതുണ്ട്. ഫല്യത്തഖുല്ലാഹ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അല്ലാഹനെ സൂക്ഷിക്കുക. നേരായ വാക്കുകൾ നമ്മുടെ സംസാരത്തിൽ കൊണ്ടുവരിക. സ്ത്രീകളോട് പറഞ്ഞില്ലേ ഖുർആൻ, ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ സ്ത്രീകളെ തേൻ പുരട്ടി സംസാരിക്കാൻ പാടില്ല. കാരണം ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ, നിങ്ങളുടെ സംസാരം കേൾക്കുന്ന ആളിൽ അത് രോഗമുണ്ടാക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് എന്ത് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലയോ, എന്ത് വരുന്നത് നമ്മൾ ഭയപ്പെടുന്നുവോ, മറ്റുള്ളവരുടെ കുട്ടികളിലും അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ് അതിന്റെ പോംവഴി. തെറ്റുകളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അതിന്റെ നഷ്ടത്തെയും ദോഷത്തെയും പറ്റി നമ്മൾ ചിന്തിക്കുക, നമ്മളെല്ലാവരും സൂക്ഷിക്കുക എന്നാണ് ഖുർആനിൽ. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖുലിൽ മുഅ്മിനീന, നബിയെ പറഞ്ഞു കൊടുക്കുക മുഅ്മിനീങ്ങളായ ആണുങ്ങളോട്, യഗ്ളൂ മിൻ അബ്സാരിഹിം, കണ്ണുകൾ താഴ്ത്താൻ, വയഹ്ഫദു ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവങ്ങൾ സംരക്ഷിക്കാൻ. അടുത്ത ആയത്ത് എന്താണെന്നറിയോ? ഖുലിൽ മുഅ്മിനാത്ത്, നബിയെ സത്യവിശ്വാസിനികളോട് പറ, എന്താണ്? ഖുലിൽ മുഅ്മിനാത്തി യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകൾ താഴ്ത്താൻ, വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യാവയവങ്ങൾ സംരക്ഷിക്കാൻ പറഞ്ഞു കൊടുക്കുക നബിയെ. അങ്ങനെ രണ്ടു കൂട്ടരോടും കണ്ണുകൾ താഴ്ത്തി ജീവിക്കാൻ. കാരണം എന്താ? ഈ നോട്ടം വിഷം പുരട്ടിയ ഒരു അമ്പാണ്, അത് പിശാചിൽ നിന്ന് വരുന്നതാണ്. ആ ആകർഷണീയതക്ക് മുന്നിൽ നമ്മുടെ ഈമാൻ വരെ നുരുമ്പിപ്പോകുമെന്നാണ്. അതുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ ഇല്ലാണ്ടാക്കുക എന്നാണ് ഖുർആൻ പറഞ്ഞില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഐനാനി ലാ തദ്ഖുലാനി ഫിന്നാർ, രണ്ട് കണ്ണുകൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമില്ല. ഐനൻ ബഖത മിൻ ഖശിയത്തില്ല, ഒന്നാമത്തെ കണ്ണ് അല്ലാഹനെ ഓർത്ത് കരയുന്ന കണ്ണാണ്. ഐനൻ ഗള മിനൽ മഹാരിം, രണ്ടാമത്തെ കണ്ണ് ഹറാമുകളിൽ നിന്ന് ചുംബിക്കളയുന്ന, ഹറാമുകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു കളയുന്ന, ഹറാമിൽ നിന്ന് മുഖം തിരിച്ചു കളയുന്ന കണ്ണാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള വാടക കൊടുത്തുകൊണ്ടിരിക്കുന്ന ചാനലുകളിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഈ മോശമായത് കാണുക എന്നത് അത്ര അനുവദിച്ച സംഗതിയല്ല. അവിടെയൊക്കെയും നിയന്ത്രണം പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ. ഇന്നത് വേണ്ടെന്നല്ല, ലോകത്തുള്ള ഉപകരണങ്ങളും കണ്ടുപിടുത്തങ്ങളൊക്കെ സത്യവിശ്വാസികൾക്കുള്ളതാ, ഒരു സംശയവുമില്ല. ലോകത്തുള്ള അധുനാധിക എല്ലാ സംവിധാനങ്ങളും മുഅ്മിനീങ്ങൾക്കുള്ളതാണ് പ്രിയപ്പെട്ടവരെ. പക്ഷെ എന്ത് വേണം? അവിടെ സൂക്ഷ്മതയോടെ പോസിറ്റീവായിട്ട് അത് കൈകാര്യം ചെയ്യാനുള്ള സൂക്ഷ്മതയാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. ഇനിയോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാത്ത മറ്റൊരു സൈഡ് ഉണ്ട്. പെൺകുട്ടികൾ ജനിച്ച ആളുകൾ പെൺകുട്ടികൾക്ക് വേഗത്തിൽ റൂമാക്കി സെറ്റാക്കി പൊന്നാക്കി അവരെ പെട്ടെന്ന് പറഞ്ഞു വായിച്ചു വിടും. ആൺകുട്ടികളെ അങ്ങാടികളിലെ കറുമപ്പശക്കളെ പോലെ ഇങ്ങനെ വിടുന്ന ആളുകളുണ്ട്. പെൺകുട്ടികളെ കല്യാണം കഴിയട്ടെ, അവർ വലുതായിട്ട് അവർ സെറ്റിൽ ആവട്ടെ, അവർക്ക് വാഹനമാവട്ടെ, അവർക്ക് ഷോപ്പാവട്ടെ, അവർക്ക് കച്ചവടമാവട്ടെ, വരുമാനമാവട്ടെ, പാടില്ല എന്നാ പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറഞ്ഞത്. യാ മഅശറ ശബാബ്, യുവ സമൂഹമേ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത്ത് വൽയതസവ്വജ്ന. ഈ ബാഅത്ത് എന്ന പദത്തിന് പണ്ഡിതന്മാർ പറഞ്ഞെന്തറിയോ? സാമ്പത്തികമായ കഴിവല്ല, സാമ്പത്തികമായ ശേഷിയല്ല, അതുപോലെ എന്താ പറയാ, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഊരി സ്വതന്ത്രരാകുക എന്നതല്ല. ബാഅത്ത് എന്ന് പറഞ്ഞാൽ ലൈംഗികമായ ശേഷി എന്നാണ് എല്ലാ പണ്ഡിതന്മാരും, മിക്ക പണ്ഡിതന്മാരും അഭിപ്രായം പറഞ്ഞത്. അതുകൊണ്ട് ആ സമയമെത്തിയാൽ വിവാഹം കഴിക്കാൻ എന്ന് പറഞ്ഞു. യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഫഇന്നഹു അഅദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്. നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്താനും ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കാനും അതാണ് നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളുടെ കുട്ടികളെ നേരത്തെ വിവാഹം കഴിപ്പിക്കുകയും അവരുടെ ശാരീരികമായ ഹോർമോണിക്കലായ സംവിധാനങ്ങൾ അത് പ്രവർത്തന സജ്ജമാകുന്ന സമയത്ത് അവരുടെ ആ ഡ്രൈവ് ഓപ്പൺ ആകുമ്പോഴേക്കും അവർ കൃണയെ നമ്മളെല്ലാവരും ഉത്തരവാദിത്വത്തോടുകൂടി സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായി അത് കണ്ട് എല്ലാവരെയും ഈ പറഞ്ഞ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ആണുങ്ങൾ കുട്ടികളോട് കാണിക്കുന്ന അനീതിയെ നമ്മൾ സമൂഹം ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട്. പെൺകുട്ടികളെയും എല്ലാവരുടെ പെൺകുട്ടികളെയും സംരക്ഷിക്കുന്നിടത്തേക്ക് നമ്മുടെ കണ്ണുകളെത്തണം. ഈ കമ്പാർട്ട്മെന്റ് വൽക്കരണം കുടുംബങ്ങളിൽ നടന്നപ്പം അവരവരുടെ പെൺകുട്ടികളുടെ കാര്യത്തിലും ആൺകുട്ടികളുടെ കാര്യത്തിലും മറ്റാളുകൾ ഇടപെടുന്നത് ഭൂഷണമല്ല എന്ന് ഓരോരുത്തരും വിചാരിക്കുമ്പോഴേക്കും സ്വതന്ത്രമായി തോന്നുന്നിടത്തേക്ക് യാത്ര ചെയ്യാനും. നിങ്ങൾ കണ്ടില്ലേ, സ്കൂളിൽ നിന്ന് 3 കുട്ടികൾ പുറത്തേക്ക് പോയിട്ട് പുറത്ത് ടെന്റ് അടിച്ച് ജീവിക്കുകയാണ് അത്രയും 3 പെൺകുട്ടികൾ.
കാര്യങ്ങൾ ഇവിടെ എത്തിയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതേപോലെ തന്നെ പല ആളുകളും നൈറ്റ് ലൈഫിലാണ്, പല ആളുകളും രാവിലെ വരികയാണ്. പല പെൺകുട്ടികളുടെ കഥയാണ് ഞാൻ പറയുന്നത്. മുറ്റത്തുനിന്ന് ഒരു റൂമിൽ നിന്ന്, ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് അടുത്ത റൂമിലേക്കും, ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിലേക്കും ഒറ്റക്ക് സഞ്ചരിക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. അതിൽ നിന്ന് മാറി കൂരിട്ടുള്ള രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, നമ്മുടെ നാടകങ്ങളിലല്ല, നമ്മുടെ നാടിൽ നിന്ന് വിട്ട് വിദൂരത്ത് ഒറ്റക്ക് യാത്ര ചെയ്ത് ഒറ്റക്ക് ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും ഇരുന്ന് ഫോൺ ചെയ്ത് സല്ലപിച്ച്, ഹോട്ടലുകളിൽ റൂമെടുത്ത്, അതുപോലെയുള്ള ഹോളിഡേയ്സുകളിൽ കൂട്ടുകാരോടൊപ്പം കറങ്ങി റൂമെടുത്ത് ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ സമൂഹത്തിലുള്ള കർണാടകയിലും തമിഴ്നാട്ടിലും മംഗലാപുരത്തും നിറഞ്ഞിരിക്കുന്നു എന്നതും നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്. അതുകൊണ്ട് ജാഗ്രതയും പ്രാർത്ഥനയും ദീനീബോധവും നമുക്ക് നിർബന്ധമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ നമ്മുടെ മക്കളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുക. അള്ളാഹു ഈ മ്ലേച്ഛമായ തോന്നിവാസത്തിൽ നിന്ന് നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതിൽ ഏതെങ്കിലും നിരക്കതിന്റെ ഒരു ലാഞ്ചന ബാധിച്ച ആളുകൾക്ക് അള്ളാഹു എല്ലാം പുറത്തു കൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ബാക്കിയുള്ള കാലങ്ങളിൽ നല്ല നല്ല അഹ്സനായ ജീവിതവും വഹിച്ചുകൊണ്ട് ജീവിക്കാൻ ആ മനുഷ്യൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടുകുടുംബക്കാർക്കും നമ്മുടെ രക്ഷാധികാരികൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ അയൽവാസികൾക്കും എല്ലാവർക്കും അള്ളാഹു ഈ മഹാപാപങ്ങൾ ചെയ്ത ആളുകൾ അതിലുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. توفنا مسلما والحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد.